അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ സ്നേക്ക് ഹെഡുകൾ കിടക്കുന്ന ടാങ്കിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അതായത് ഇതിനകത്ത് മുമ്പ് നമ്മൾ ഈ മഴ പെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഫുള്ളായിട്ട് അസോള കവർ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു തരി പോലും അസോള ഇതിനകത്ത് ഇല്ല. അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ആയിട്ടുള്ളത്. അത് ഗ്രാജുവലായിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റോപ്പായി വന്നത്. അതായത് ഫസ്റ്റ് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആ തിക്ക് ലെയർ തിന്നായിട്ട് മാറി. പിന്നെ വലിയ വലിയ ഗ്യാപ്പുകൾ വരാൻ തുടങ്ങി, വെള്ളത്തിൻ്റെ ഗ്യാപ്പുകൾ. പിന്നെ ഇതേപോലെയായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ജസ്റ്റ് ആൽഗെ വാട്ടർ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം നല്ല രീതിയിൽ ശക്തിയായിട്ട് മഴ കുത്തി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇത് തെറിച്ചു പോകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ തെറിച്ചിട്ടായിരിക്കും ആ ഗ്യാപ്പ് വന്നത് എന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ എവിടേക്കും തെറിച്ചു പോകുക, അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ടാർപോളിൻ്റെ സൈഡിലേക്കോ നെറ്റുമ്മലൊന്നും ഇത് കാണുന്നില്ല. ഇത് വെള്ളത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് കേടായി പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കാനായിട്ട് പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അതിൻ്റെ വേസ്റ്റൊക്കെ ഇതിനകത്ത് തന്നെയായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് ശരിക്കും പച്ച കളറിലാണ് കിടക്കുന്നത്. നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ പോലെ തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഡാർക്ക് പച്ച കളറിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേസ്റ്റും കൂടി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഇളം പച്ചയല്ല, ഡാർക്ക് പച്ച കളറിലാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന അഴുക്കും കാര്യങ്ങളും പ്ലസ് ഇതും കൂടി ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ സമ്മർ കഴിഞ്ഞതിന് ശേഷം വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മഴവെള്ളം എല്ലാം കൂടി വെള്ളത്തിൻ്റെ ആ ഒരു ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏതായാലും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എടുക്കുന്ന മീനുകളെയും ഒന്ന് നോക്കാം, അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോയും കൂടി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പുലിവാകളാണ്, അതായത് സ്നേക്ക് ഹെഡ് മത്സ്യങ്ങളാണ്. പിന്നെ നമ്മൾ 8 ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളെയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടതിന് ശേഷം ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഇവരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് പോലും ഇല്ല. കാരണം അസോള മൊത്തമായിട്ട് കവർ ചെയ്ത് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കണം. അതായത് 6 എണ്ണം തന്നെ ഉണ്ടോ പുലിവാകൾ, സ്നേക്ക് ഹെഡുകൾ 6 എണ്ണം തന്നെ ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കൗണ്ട് എടുക്കണം. ചത്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത് നന്നായി. കാരണം നമുക്ക് ഈ ഒരു വാട്ടർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യില്ലായിരുന്നു അസോള കിടക്കുന്നുണ്ടെങ്കിൽ. അസോള പോയത് കൊണ്ടാണ്, കാരണം നമുക്കൊരു ഡൗട്ട് വെള്ളത്തിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിക്കാണും. പിന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അസോള വേറൊരു ടാങ്കിൽ കിടക്കുന്നുണ്ട്. ഇതിലുള്ളത് മാത്രമാണ് ഫുള്ളായിട്ട് പോയിട്ടുള്ളത് മഴ കാരണം. മഴവെള്ളം കൊള്ളാത്തൊരു ടാങ്ക് ഉണ്ട് നമ്മുടെ സൺഷെയ്ഡിൻ്റെ സൈഡിൽ. നമ്മൾ ചെറിയ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗപ്പികൾക്കൊക്കെ വേണ്ടിയിട്ട്, ഗപ്പികളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ആ ടാങ്ക് ഇപ്പോൾ മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതിനകത്ത് അസോളയും സാൽവീനിയൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അസോള വീണ്ടും നമുക്ക് എന്താ പറയുക വളർത്തിയെടുക്കാം. പക്ഷേ നമ്മൾ ഇനി ഔട്ട്ഡോർ ടാങ്കുകളിലൊന്നും അസോള വളർത്തുന്നില്ല. ഈ ടാങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഇനി ജസ്റ്റ് വെള്ളം അടിച്ച് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അത് പിന്നീട് ആൽഗെ വാട്ടറായി മാറി നമ്മൾ എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് ഇടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കവർ ചെയ്തൊക്കെ ഇടുമ്പോഴാണ് മീനുകൾക്ക് ചെറിയ റിസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ നമുക്കൊന്നും അറിയാനും പറ്റില്ല. അസോളൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ അത് നല്ല രീതിയിൽ ഇതിനകത്ത് വളർത്തിയത് നമ്മുടെ ജൈൻറ്റ് ഗൗരാമികൾക്കൊക്കെ ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പുലിവാഹ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇട്ടതിനേക്കാളും വലുതായിട്ടുണ്ട് കേട്ടോ അവർ. ഞാൻ പെട്ടെന്ന് തന്നെ കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ പുലിവാകൾ 6 എണ്ണം തന്നെ ഉണ്ട്. നമ്മൾ ഇട്ട 6 എണ്ണവും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർ. കണ്ടില്ലേ, അതിനൊക്കെ നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 6 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം നല്ല ഹെൽത്തി ആയിട്ട് ഇട്ടതിനേക്കാൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. വലിയൊരു സൈസ് എന്നല്ല പറയുന്നത്, ഇട്ടതിനേക്കാളും വലുതായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. 5 എണ്ണം. അതിന് 6ാമത്തെ എണ്ണം തീരെ സൈസ് കുറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു തീറ്റ കിട്ടാണ്ടാണ്. അതായത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ആരാണോ അധികം വന്ന് കഴിക്കുന്നത് അവർക്കായിരിക്കും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വയ്ക്കുന്നത്. മറ്റേതിന് തീരെ ഗ്രോത്ത് കുറവാണ്. ഞാൻ കാണിക്കാൻ, തീരെ ചെറിയ സൈസാണ്. ബാക്കി 5 എണ്ണം അത്യാവശ്യം നല്ല സൈസിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ട്രാജഡി നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് നമ്മൾ 8 ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ സക്കർ കാറ്റ്ഫിഷുകളെയാണ്. 4 എണ്ണത്തിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ബാക്കി 4 എണ്ണം മിസ്സിംഗ് ആണ്. ഞാനിപ്പോൾ കാണിക്കുന്ന, ഇപ്പോൾ നേരത്തെ കാണിച്ചത് 3 എണ്ണം. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് ഇവിടെ ഒരെണ്ണവും കിടക്കുന്നത് 3 എണ്ണം. ഇതും കിടക്കുന്ന 3 എണ്ണം. അങ്ങനെ ടോട്ടൽ 4 എണ്ണമാണ് നമുക്കിപ്പോൾ കൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഈ 4 എണ്ണം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇട്ടതിനേക്കാളും സൈസായിട്ടുണ്ട് അവർ, 4 സക്കർ കാറ്റ്ഫിഷുകൾ. പിന്നെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം നിറച്ച് സ്നെയിലുകൾ കണ്ടോ, ഈ ടാർപോളിൻ്റെ സൈഡിൽ. അത് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവർ മീനുകൾക്ക് യാതൊരു ഭീഷണിയോ കാര്യങ്ങളൊന്നുമില്ല. അവർ അസോളയൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇതിനകത്ത് കഴിഞ്ഞിരുന്നതാണ്. സമ്മർ സീസണിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തു, ഇനി ഇവർ മൊത്തം തിന്ന് തീർത്തതായിരിക്കും എന്നൊക്കെ. അസോള അങ്ങനെയൊന്നുമല്ല. അത് സമ്മർ സീസണിൽ ഈ സ്നെയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോഴും നല്ല രീതിയിൽ തിക്കായിട്ട് നമ്മുടെ കയ്യിൽ അസോള ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് മഴ വന്നപ്പോഴാണ് അസോള കേടായിട്ട് പോയത്. കാരണം ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞു, അതാണ് പ്രശ്നം ഉണ്ടായത്. അതുപോലെ സൺലൈറ്റും തീരെ പോയി. നല്ല സൺലൈറ്റ് വേണം അത്യാവശ്യം ഈ ഒരു അസോള വളരുന്നുണ്ടെങ്കിൽ. പിന്നെ വെള്ളം തണുക്കാനും പാടില്ല, അത്യാവശ്യം ടെമ്പറേച്ചറും വേണം. അപ്പോൾ അതാണ് പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ അസോള കേടായിട്ട് പോയത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പുലിവാകൾ. നമ്മൾ പുറത്തേക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ, അവർ ചാടാൻ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവർ ചിലപ്പോൾ ചാടുമോ എന്നുള്ളത്. അവർ ചാടുന്നൊന്നുമില്ല, ചാടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുമില്ല. അവർ ക്വയറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത് ഗ്രോത്ത് വയ്ക്കാത്ത ചെറിയ പുലിവാഹ. ഇവർക്കൊക്കെ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്, നമ്മൾ ഇട്ടതിനേക്കാളും വലുതായിട്ടുണ്ട്. അത്യാവശ്യം ഫാറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവർ. പക്ഷേ നേരത്തെ കാണിച്ച ഒരു ചെറുതുണ്ടല്ലോ, അത് മാത്രമാണ് ഗ്രോത്ത് വെക്കാണ്ട് നിൽക്കുന്നത്. അതായത് 6 എണ്ണത്തിൽ 5 എണ്ണത്തിനും ഹെൽത്തി ആയിട്ടുള്ള ബോഡി തന്നെയാണ്, ഓക്കെയാണ്. പക്ഷേ 6ാമത്തെ ആ ഒരു ചെറിയ പീസിന് അത് അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ സെറ്റായിട്ട് വരും. പിന്നെ നമ്മൾ മാറ്റിയിടാനൊന്നും പോകുന്നില്ല, ഇതിനകത്ത് തന്നെ ഇടാനാണ് പോകുന്നത്. കാരണം ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഒറ്റയ്ക്കിട്ട് അതിനെ ഫീഡ് ചെയ്ത് വലുതാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരിയും കൂടി എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് വേണം. ടബിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലുള്ള മീനുകളാണല്ലോ. ജയൻറ്റ് ഗൗരാമി പോലെ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റുകളിലോ ടബുകളിലോ ഒക്കെ ഇടാം. പക്ഷേ ഇത് അത്ര നീളത്തിലുള്ള മീനായതുകൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത് ഡെപ്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിന് 7 അടി നീളവും അതുപോലെ 4 അടി വീതിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ അവർക്ക് അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈസും ആ ഒരു ടാങ്കിൻ്റെ വീതിയും വെച്ച് അത്യാവശ്യം നീന്തി നടക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. ഡെപ്ത് കുറവാണ് എന്നുള്ളത് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്കാണ് ട്രാജഡി സംഭവിച്ചിട്ടുള്ളത്. 4 എണ്ണമാണ് നമുക്ക് കാണാനുള്ളത്, 4 എണ്ണം മിസ്സിംഗ് ആണ്. ഈ കാണുന്ന ആട്ടോ ചെറുത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഫ്രെയിമിൽ കാണിക്കുന്നില്ലേ, ആ സൈഡിൽ നിൽക്കുന്നത് അതാണ് തീരെ ചെറിയ പുലിവാഹ എന്ന് ഞാൻ പറഞ്ഞത്. അത് തീരെ ഗ്രോത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്, ഫ്രെയിമിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇത് കണ്ടില്ലേ. അപ്പോൾ ആളും ഒക്കെയാണ്, നല്ല ആക്റ്റീവായിട്ട് നീന്തുന്നൊക്കെ ഉണ്ട്, പക്ഷേ സൈസ് ഇല്ല. അതായത് ശോഷിച്ച പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരാണ് ഫുഡ് അടിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലായി. ഇതിന് ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ ഇനി അസോളയും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, ജസ്റ്റ് ഈ ഒരു പ്ലെയിൻ വാട്ടറിലാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 തവണയ്ക്കാണ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അതിൽ കൂടുതൽ ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ദിവസം ഇടവിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വോള്യത്തിൽ കൊടുക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവരെ ക്ലിയർ ആയിട്ട് കാണാം. ആൽഗെ വാട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ അവർക്ക് മനസ്സിലാകുമ്പോൾ അവർ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ എല്ലാ സൈഡിലേക്കും സ്പ്രെഡായിട്ടൊക്കെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ പരമാവധി നമുക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടുന്ന രീതിയിൽ ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പുലിവാകളുടെ അല്ലെങ്കിൽ ഈ സ്നേക്ക് ഹെഡുകളുടെ ഗ്രോത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഇനി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ അസോള കവർ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും അതിനകത്ത് നടക്കുന്നത് അറിയില്ല. അടിയിൽ എന്ത് നടക്കുന്നു, ഇവർ ഓക്കെ ആണോ ഹെൽത്തി ആണോ ഒന്നും നമുക്കറിയില്ല. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സക്കർ മൗത്ത് കാറ്റ് ഫിഷുകൾ, നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ, അവർക്കും ഇനി പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഇതിനകത്ത് ജസ്റ്റ് ആൽഗെ വാട്ടർ മാത്രമാണ് ഉള്ളത്, അസോള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പ്, അതായത് നമ്മൾ ഓൾറെഡി വളർത്തുന്ന മറ്റ് ടാങ്കുകളുണ്ടല്ലോ, അതിനകത്ത് ഉദാഹരണത്തിന് നമ്മുടെ മെയിൻ ടാങ്കിൽ ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്. അത് ഇതേപോലത്തെ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ടബുകളിൽ കിടക്കുന്നുണ്ട് 2 ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ, അവർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെ മിസ്സായെന്ന് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതിലവർ ഓക്കെ ആയിട്ട് പോകേണ്ട കണ്ടില്ലേ. ബാക്കിയുള്ള പീസുകൾ 4 പീസുകളും ഒരു കുഴപ്പമില്ല. അപ്പോൾ 8 എണ്ണത്തിൽ 4 എണ്ണമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്, 4 എണ്ണം മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ കിടക്കുന്ന 4 എണ്ണം നല്ല ഹെൽത്തിയാണ്, ഇട്ടതിനേക്കാളും വലുതായിട്ടുണ്ട്. പക്ഷേ ബാക്കി 4 എണ്ണത്തിന് എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്നും പറ്റേണ്ട ഒരു സാഹചര്യം ഈ ഒരു ടാങ്കിനകത്തില്ല. ഞാൻ പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ്. ഫുഡിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തില്ല, കാരണം ഇതിനകത്ത് ആൽഗെ വാട്ടറാണ്, ആൽഗെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അസോള ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് സ്നെയിലുകൾ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുലിവാകൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പെല്ലറ്റ് ഒന്നും അവർക്ക് ഫീഡ് ചെയ്യാറില്ല. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടബുകളിലൊക്കെ സക്കർ കാറ്റ് ഫിഷുകൾക്ക് പെല്ലറ്റ് ഫീഡ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ആവശ്യം പോലെ ഫുഡ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെല്ലറ്റ് ഫീഡിങ് ഇതിനകത്ത് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാക്കി 4 തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഫുഡ് ഇഷ്യൂ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സക്കർ കാറ്റ് ഫിഷുകൾക്കും പ്രശ്നമുണ്ടായേനെ. പക്ഷേ അവർ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ പുലിവാകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവിടെയും നമുക്ക് ഒരു ക്ലൂവും കിട്ടുന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. 2 മീനുകൾക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ്. അപ്പോൾ ഇവർ 2 പേരും എയർ ബ്രീതേഴ്സാണ്. ഇവർക്ക് വെള്ളം കുറച്ച് മോശമായാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ആലോചിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ ആ 4 എണ്ണം മിസ്സായി എന്നുള്ളത്. പിന്നെ നമ്മൾ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുലിവാകൾ എങ്ങാനും അല്ലെങ്കിൽ ഈ സ്നേക്ക് ഹെഡുകൾ എങ്ങാനും അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു ശല്യമായിട്ട് മാറുകയോ അല്ലെങ്കിൽ അവർ കൊത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് ഉണ്ടാക്കുക, അതും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുലിവാകൾ ചെയ്യുന്നുള്ളത്. ഇതിനകത്ത് അവരത്ര വലിയ സൈസ് സ്നേക്ക് ഹെഡുകളൊന്നുമല്ല സക്കർ കാറ്റ് ഫിഷുകളെ അങ്ങനെ ബുള്ളി ചെയ്യാനായിട്ട്.
മാത്രമല്ല ഇവരുടെ ബോഡി എന്ന് പറയുന്നത് നല്ല ഹെവി ആർമേഡ് ബോഡിയാണ് ഈ ഒരു സക്കർ കാറ്റ് ഫിഷുകളുടെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനും സാധ്യതയില്ല. പിന്നെ അടുത്തത് ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ പുറത്തേക്ക് ചാടി പോകുക എന്നുള്ളൊരു സംഭവമാണ്. അതിന് ചെറിയൊരു സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ മാക്സിമം ടൈറ്റായിട്ട് വല വെക്കാറുണ്ട്. വല വെച്ച് നെറ്റ് വെച്ച് ടൈറ്റായിട്ട് നമ്മൾ കവർ ചെയ്യാറുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ നെറ്റ് ലൂസായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടേക്ക് വന്ന് അവർ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിയാൽ ഒരിക്കലും പുറത്തേക്ക് വരില്ല. ചാടിയതിന് ശേഷം ഇവർ ഇഴഞ്ഞ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാഹകൾ, അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, അതുപോലെ തന്നെ ഈ സക്കർ കാറ്റ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഴഞ്ഞ് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവരെങ്ങാനും ആ ഗ്യാപ്പിൻ്റെ അവിടെ വന്നിട്ട് ചാടി ഇഴയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ പല ദിവസങ്ങളിലും വരുന്ന സമയത്ത് സൈഡിൽ വെറുതെ ഒന്ന് നോക്കാറുണ്ട് അവരെങ്ങാനും ചാടി സൈഡിൽ നെറ്റിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഇവർ ചത്തു കഴിഞ്ഞാൽ അത് പൊങ്ങേണ്ടതാണ് ഏതെങ്കിലും രീതിയിൽ. നമ്മൾ ഏതെങ്കിലും ഭാഗത്തായിട്ട് പൊങ്ങിക്കിടക്കേണ്ടത് അങ്ങനെയൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഫുള്ളി മിസ്സിംഗ് ആണ്. 4 എണ്ണം എങ്ങനെ പോയി എന്ന് ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെളി കാര്യങ്ങളെല്ലാം ബേസിൽ നിന്ന് നമ്മൾ വലിച്ച് കളഞ്ഞിട്ടാണ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓവർഫ്ലോ വഴി എക്സ്ട്രാ വെള്ളം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ലെവലിനേക്കാളും കൂടിയത് കൊണ്ടാണ് അത് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നോർമലായിട്ട് ബാലൻസായി നിന്നോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടാങ്കിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 6 പുലിവാകളുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തു, 5 എണ്ണം ഹെൽത്തിയാണ്. 6ാമത്തെ ഒരെണ്ണമാണ് കുറച്ച് ചെറിയ സൈസിൽ നിൽക്കുന്നത്. അതിനെ നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് 4 സക്കർ കാറ്റ് ഫിഷുകളാണ്. അവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മീനുകളെ വളർത്തുന്ന ഒരു ടാങ്കിലും ചെടികൾ ഇടാനായിട്ട് പോകുന്നില്ല. ചെടികൾ നമ്മൾ വളർത്തുന്നുണ്ട്, അത് സെപ്പറേറ്റ് ടാങ്കുകൾ ഉണ്ടാക്കി അതിനകത്താണ് ചെടികളെ വളർത്തുന്നത്. അപ്പോൾ ചെടികൾ വളരാനായിട്ട് എന്തെങ്കിലും മീനുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ മീനുകളെല്ലാം നമ്മൾ ഇടുന്നത് അതിന് പകരം നമ്മൾ സ്നെയിലുകളെയാണ് ഇടുന്നത്. ഈ ടാങ്കിൽ തന്നെ ഒരു തരത്തിൽ സ്നെയിലുകൾ നിങ്ങൾ കണ്ടില്ല. ആ സ്നെയിലുകളെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്നെയിലുകളെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടാങ്കിൽ കിടക്കുന്ന എല്ലാ മീനുകളുടെയും ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്യൂച്ചർ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.